നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് കഴിഞ്ഞു. ഇനി 10th പ്രിലിംസിലെ സ്റ്റേജ് 2 അതോടൊപ്പം തന്നെ ബാക്കി മഴ കാരണം എഴുതാൻ പറ്റാത്തവർക്കുള്ള അവസരമൊക്കെ ഉണ്ട്. അതല്ലാതെ ബാക്കി എക്സാംസൊക്കെ കഴിഞ്ഞല്ലോ 10th പ്രിലിംസിൻ്റെ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് VFAക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഇപ്പോൾ VFAയുടെ സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ക്ലാസ്സുകൾ നമ്മൾ നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 40 ദിവസത്തെ ക്ലാസ്സാണ് ഉണ്ടാവുക. നമുക്കറിയാം, ഏറ്റവും ആദ്യം സെപ്റ്റംബർ 19 നമ്മുടെ VFA എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ ക്ലാസ് തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് VFAയുടെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ VFAയുടെ സിലബസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലെ സിലബസ് കാറ്റഗറി നമ്പർ 571/2025. ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ എത്ര മാർക്കാണ്? 5 മാർക്കാണ് വരുന്നത്. അതിൽ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രവും വരുന്നുണ്ട്. ദെൻ ഭൂമിശാസ്ത്രം, നമുക്കറിയാവുന്ന പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഭൂമിശാസ്ത്രം അല്ലെ, പൊതുഭൂമിശാസ്ത്രവും ഇന്ത്യയും കേരളവും അതിൽ വരുന്നു. പിന്നെ വരുന്നത് ഇക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാകായികം സാഹിത്യം സാംസ്കാരികം 5, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5. പിന്നെ വരുന്നത് നോക്കി, ആനുകാലിക വിഷയങ്ങൾ 20, ദെൻ ലഘു ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണവും പാഠവ പരിശോധനയും 10, ഇംഗ്ലീഷ് 10, മലയാളം അഥവാ പ്രാദേശിക ഭാഷ 10 അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം എത്ര മാർക്കാണ്? 30 മാർക്ക്. ഇനി കറണ്ട് അഫയേഴ്സ് എത്ര മാർക്ക്? 20. അപ്പോൾ ടോട്ടൽ 50 മാർക്ക് ഈ കറണ്ട് അഫയേഴ്സും അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടിയിട്ട് മാത്രം ഉണ്ട്. ബാക്കിയുള്ളതും കൂടി എല്ലാം കൂട്ടിയിട്ടാണ് 50 മാർക്ക്. അപ്പോൾ സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ ആദ്യമേ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് PYQ ആണ്. അതായത് ഈ VFAയുടെ സെയിം സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് അത് പഠിക്കുന്നു. അപ്പോൾ അനലൈസ് ചെയ്ത് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ VFAയുടെ സെയിം സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, 40 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയാണ് നമ്മുടെ 70 ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ നിന്ന്, ബാക്കി 30 ക്വസ്റ്റ്യനാണ് മെമ്മിൽ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ ആ 30 ക്വസ്റ്റ്യനിൽ മാത്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഇംഗ്ലീഷും മലയാളവും എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇമേജ് ബേസ്ഡ് ആയിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുറേ ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇമേജ് ബേസ്ഡ് ആയിട്ട് ഞാൻ ആൻസർ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും അങ്ങനെ 20 മാർക്ക് നമുക്ക് നല്ല രീതിയിൽ ആ ഇമേജ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും ഇനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു. 70 ക്വസ്റ്റ്യൻസ് GK ഭാഗത്ത് നിന്നാണ്. ആ 70 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് എന്ന രീതിയിൽ പഠിച്ചു പോകുന്നു. ബാക്കിയുള്ള 30 ക്വസ്റ്റ്യനിൽ 20 ചോദ്യം ഇംഗ്ലീഷും മലയാളവുമാണ്. ആ ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഇമേജ് ബേസ് ആയിട്ടാണ് പഠിക്കുന്നത്. പിന്നെയുള്ള മാത്സ് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഈ PYQ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ 40 ദിവസത്തിൽ ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചട്ടമ്പി സ്വാമികളെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്സ്, നമ്മുടെ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഹോട്ട് ടോപ്പിക്സ് കണ്ടെടുത്തിട്ട് അതുപോലെ ഓരോ ഹോട്ട് ടോപ്പിക്സ്, ഇപ്പോൾ 1857 വിപ്ലവം എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് അല്ലേ. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ളത്. പിന്നെ എന്താണ് നമ്മുടെ രോഗകാരികൾ, ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങൾ ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുത്തു തരും. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്തിനാണ്? മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്
എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ SCERT ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ SCERT ചാപ്റ്റർ വൈസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിലും എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ ഇന്ന ചാപ്റ്റർ നോക്കുക, നാളെ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറയും. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. അതിൽ നിന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതുന്നത്. അതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് പഠിക്കാൻ പറ്റും, SCERTയും പഠിക്കാം. ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്, PYQ നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും PYQയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ഫാക്റ്റൊക്കെ വെച്ച് സിനോണിംസ് ആൻറ്റോണിംസും എല്ലാ റിലേറ്റഡ് ഫാക്റ്റ് വെച്ചായിരിക്കും പഠിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്, പിന്നെ SCERTയും പഠിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ബേസ് ആയിട്ട് ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, PYQ, അതോടൊപ്പം തന്നെ PYQ പ്ലസ് റിലേറ്റഡ് ഫാക്റ്റ് ആണ് കേട്ടോ, വെറുതെ വായിച്ചു പോവല്ല, നല്ല രീതിയിൽ റിലേറ്റഡ് ഫാക്റ്റും കൂടി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ആ PYQ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷും മലയാളവും എങ്ങനെയാണ് ഇമേജ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ നൽകുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും. ഹോട്ട് ടോപ്പിക്സ് കൂടാതെ മോക്ക് ടെസ്റ്റ് എങ്ങനെയായിരിക്കും, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിക്കാൻ തരും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോ ഇപ്പോൾ ജോഗ്രഫിയിലെ ഇന്ന ചാപ്റ്റർ പഠിക്കണം എന്ന് പറയും. ആ ചാപ്റ്ററിൽ നിന്നുള്ള SCERT ക്വസ്റ്റ്യൻസ്, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മോക്ക് ടെസ്റ്റിൽ തരുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 വിഭാഗമായിട്ടായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഈ 40 ദിവസം കൊണ്ട് പഠിച്ച് VFA റാങ്ക് ലിസ്റ്റിലൊക്കെ കയറാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും സാധിക്കും എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യാനും സ്മാർട്ട് വർക്കിലൂടെ സിലബസ് മുഴുവൻ കവർ ചെയ്യാനുമാണ് ഈ 40 ദിവസം നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം സെപ്റ്റംബർ 19 ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സെപ്റ്റംബർ 19 വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ 40 ഡേയ്സ് ക്രാഷ് കോഴ്സ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഹൈ ഈൽഡ് ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ഏരിയകൾ നമ്മൾ ഓരോ ദിവസവും കവർ ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും SCERTയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ, അതേ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് എന്തായിട്ട് എഴുതുന്നത്, SCERTയിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതിനും കറണ്ട് അഫയേഴ്സിനും നല്ല മുൻഗണന കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏതിൽ പറയുന്നുണ്ട്, ഈ ഹോട്ട് ടോപ്പിക്സിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പത്മ അവാർഡ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന അവാർഡുകൾ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അതൊക്കെ ഞാൻ ഹോട്ട് ടോപ്പിക്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിൽ കാണുക. സെപ്റ്റംബർ 19 ആ ഒരു ഡേറ്റിലാണ് എല്ലാവർക്കും എക്സാം, VFA എക്സാം എല്ലാവർക്കും ആ ഡേറ്റിലാണെന്ന് മനസ്സിൽ വിശ്വസിച്ച് പഠിക്കുക. പിന്നെയുള്ള എക്സാമുകളുണ്ടല്ലേ, സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളവരും എന്ത് ചെയ്യുക, എനിക്ക് സെപ്റ്റംബർ 19 എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. എന്നാലാണ് ഈ ഒരു 40 ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം, വിജയം വരിച്ചെടുക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.